Sir, Sri Saji Cherian, Minister Designate, is present to take the oath of office and secrecy. I request your permission to present him. Please. I, Saji Cherian, സജി ചെറിയാൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് വിവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തിന്റെ മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവവും പ്രതിജ്ഞ ചെയ്യുന്നു. secrecy go ahead. Secrecy here. No, yes. I, സജി ചെറിയാൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതായ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. congratulations. Sir, please. This is right. I need another pen. This is right. Sir, for 01/2023. Thank you. Okay, sir. Thank you, sir. Thanks. Congratulations. Sir, the swearing in is now complete. Thank you. സജി ചെറിയാൻ മന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തു.
രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നു. വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അരുൺ, വിവരങ്ങളിലേക്ക്. സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയനും സന്നിഹിതനായിരുന്നു. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം ഇതോടെ 21 പരമാവധിയായി എത്തിയിരിക്കുന്നു. 21 മന്ത്രിമാരാണ് പരമാവധി മന്ത്രിസഭയിൽ ഉണ്ടാകാൻ കഴിഞ്ഞത്. 21 പേരുമായി ഇപ്പോൾ പുതിയ മന്ത്രിയെ പ്രമുഖ വ്യക്തികൾ അഭിനന്ദിക്കുകയാണ്. സ്പീക്കർ എൻ ഷംസീർ, ഇടതുമുന്നണി കൺവീനർ പി ജയരാജൻ തുടങ്ങി CP സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, ഗതനിഷേധക്കളായ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ, മന്ത്രിമാർ, സജി ചെറിയാന്റെ ബന്ധുക്കൾ തുടങ്ങി നിരവധി പേർ ഇവിടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് എത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം ഗവർണർ ആരിഫ് ഖാനും പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും പുതിയ മന്ത്രിക്ക് ബൊക്കെ നൽകി, പൂച്ചെട്ട് നൽകി അഭിനന്ദിച്ചു. ഇപ്പോൾ ഓരോരുത്തരായി അദ്ദേഹത്തെ സ്റ്റേജിലെത്തി അഭിനന്ദിക്കുകയാണ്. സിനിമ, സാംസ്കാരിക വകുപ്പുകളുടെ മന്ത്രിയായി തന്നെയാകും സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തുക. പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹത്തിന് ഉണ്ടാകും. ഇന്ന് വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രി വകുപ്പുകൾ ഏതൊക്കെയാണ്, സജി ചെറിയാന്റെ വകുപ്പുകൾ എന്ന കാര്യം രേഖാമൂലം ഗവർണർ അറിയിക്കും. അതിനുശേഷം ഗവർണർ അംഗീകരിച്ച വിജ്ഞാപനം പുറത്തുവിറങ്ങുന്നതോടെയാകും സജി ചെറിയാന്റെ പുതിയ വകുപ്പുകൾ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാവുക. ഏതായാലും അദ്ദേഹം നേരത്തെ മന്ത്രിയായിരുന്നപ്പോൾ ഉപയോഗിച്ചിരുന്ന സെക്രട്ടേറിയറ്റ് അനക്സ് 1 ഓഫീസ് തന്നെയാണ് ഇപ്പോഴും ലഭിക്കുക. അത് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ച മറ്റു മന്ത്രിക്ക് നൽകാതെ അടച്ചിട്ടേക്കുകയായിരുന്നു. അവിടേക്ക് അല്പസമയത്തിനകം ഇത് കഴിഞ്ഞാലുള്ളത് ഗവർണറുടെ ചായസ്കാരമാണ്. ചായസ്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. അതിനുശേഷം അദ്ദേഹം പുതിയ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുക്കും. ഏതായാലും രാജിവെച്ച് 6 മാസത്തിനുള്ളിൽ മന്ത്രിസഭയിലേക്ക് വളരെ വേഗം തിരിച്ചെത്തുകയാണ് സജി ചെറിയാൻ. CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, സംസ്ഥാന സെക്രട്ടറി അംഗം. അദ്ദേഹത്തെ രാജിവെക്കുമ്പോൾ തന്നെ മന്ത്രിസഭയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ധാരണയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരു ഇടം വെച്ചിട്ടാണ് മന്ത്രിസഭയുടെ മറ്റും ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ വളരെ വേഗത്തിൽ, പ്രതീക്ഷിതരും വേഗത്തിൽ സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ പോലെ പ്രമുഖ നേതാവായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ലഭിക്കുമെന്നും ഉറപ്പാണ്. അരുൺ, മുഖ്യമന്ത്രിയുടെ ശുപാർശ വീണ്ടും അംഗീകരിച്ചുകൊണ്ട് അതിന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് സമയം കൊടുത്ത് ഗവർണർ ബഹിഷ്കരിച്ചു. പ്രതിപക്ഷം ഭരണഘടനാ സംരക്ഷണ ദിനം ആചരിച്ച് ആ രീതിയിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചു BJP. ഒരു വശത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾ പരസ്യമായും അതല്ലാതെയും അതേത് രീതിയിൽ കൂടിയായിരുന്നു? പ്രതിപക്ഷം സത്യപ്രതിജ്ഞ പൂർണ്ണമായും ബഹിഷ്കരിച്ചു. ഭരണഘടനാ വിരുദ്ധവും അധാർമികവുമായ നടപടിയാണ് സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതുകൊണ്ടാണ് അവർ ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് അവർ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിച്ചത്. BJP-യും ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തുന്നുണ്ടെന്ന് ഭരണഘടനാ ദിനമായി ആചരിച്ചുകൊണ്ടാണ് BJP ഇതിനെ പ്രതിഷേധം അറിയിക്കുന്നത്. സജിക്കെതിരെ തുടർന്നും നടപടികളുമായി മുന്നോട്ട് പോകാനാണ് BJP-യുടെയും പ്രതിപക്ഷത്തിനും തീരുമാനം. പ്രധാനമായും പ്രതിപക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും ഈ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. നേരത്തെ അരുൺ പറഞ്ഞപ്പോൾ തന്നെ വകുപ്പുകളിലും പഴയ വകുപ്പുകളിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള സൂചനകളിൽ സ്വാഭാവികമായും EN വാസവനും അബ്ദുറഹ്മാൻ പോലെയുള്ള മന്ത്രിമാരുടെ വകുപ്പുകളും അതോടുകൂടി മാറ്റം ഉണ്ടായേക്കും അല്ലേ? തീർച്ചയായും വകുപ്പുകൾ മാറ്റമുണ്ടാകും. നേരത്തെ സജി ചെറിയാൻ പ്രധാനമായും ഭരിച്ചിരുന്ന വകുപ്പുകൾ സിനിമ, സാംസ്കാരിക വകുപ്പുകൾക്ക് പുറമെ ഫിഷറീസും അതുപോലെ തന്നെ യുവജനകാര്യവുമാണ്. യുവജനകാര്യ വകുപ്പ് ഇപ്പോൾ മുഹമ്മദ് റിയാസിനാണ്. ഫിഷറീസ് വകുപ്പ് അബ്ദുറഹ്മാനാണ്. സിനിമാ, സാംസ്കാരിക വകുപ്പുകൾ VN വാസവനും. ഈ മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടാകും. ഈ വകുപ്പുകൾ തിരിച്ചെടുക്കാൻ തന്നെയാണ് സാധ്യത. യുവജനകാര്യ വകുപ്പിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തതയില്ലാത്തത്. മറ്റു 2 വകുപ്പുകളും 3 വകുപ്പുകളും, അതായത് സിനിമാ, സാംസ്കാരികവും ഫിഷറീസ് വകുപ്പും സജി ചെറിയാൻ നൽകുമെന്ന ഏറെക്കുറെ ഉറപ്പാണ്. യുവജനകാര്യ വകുപ്പ് കൂടി നൽകുമോ എന്ന കാര്യത്തിലാണ് ഈ വ്യക്തത അറിയേണ്ടത്. വി അരുൺ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുമ്പോൾ വീണ്ടും മന്ത്രിയായി സജി ചെറിയാന്റെ 2ാം വരവ്. രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങുകളുടെ തത്സമയ സംപ്രേഷണം കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം അദ്ദേഹത്തിന് ചൊല്ലിക്കൊടുത്തു. മന്ത്രിമാർ, സ്പീക്കർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. യുവജനക്ഷേമം, സാംസ്കാരിക വകുപ്പുകൾ, പഴയ വകുപ്പുകളെല്ലാം, ഫിഷറീസ് അടക്കമുള്ള പഴയ അദ്ദേഹം മുൻപ് കൈകാര്യം ചെയ്ത വകുപ്പുകളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള സൂചനകൾ കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ്. പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയായിരുന്നു ചടങ്ങ്. നിയമവ്യവസ്ഥ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല എന്ന്
ആവർത്തിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. വീണ്ടും ഭരണഘടനാ സംരക്ഷണ ദിനം ആചരിച്ചുകൊണ്ട് BJPയും പ്രതിഷേധവുമായി മുന്നോട്ടു പോയി. വീണ്ടും വി അരുണിലേക്ക്. അരുൺ, തുടർ ദിവസങ്ങളിലും പ്രതിഷേധത്തിന്റെ മറ്റു വഴികളിലേക്ക് അത് കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യത, മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷവും ഇനി ഏത് രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കും, അല്ലെങ്കിൽ പ്രതിഷേധം ഏത് രീതിയിൽ ശക്തമാക്കാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്? സജി ചെറിയാൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് കടക്കുമെന്ന് വ്യക്തമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിയമപരമായ വെല്ലുവിളികൾ ഇനിയും സജി ചെറിയാന് മുന്നിലുണ്ട്. അധാർമികമായ നടപടിയാണ് ഭരണഘടനാ നടപടി എന്ന പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ സ്വാഭാവികമായി അവർ കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയെ തള്ളിക്കളയാനാകില്ല. പ്രതിപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനുള്ള സാധ്യത ഒരു വശത്ത്, അതേസമയം എല്ലാ വ്യവസ്ഥ പ്രകാരം അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും വീണ്ടും മന്ത്രിയായി സജി ചെറിയാൻ പഴയ വകുപ്പുകളിലേക്ക് തന്നെ തിരിച്ചുവരവ് നടത്തുന്നു. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് അല്പം മുൻപാണ് രാജ്ഭവനിൽ പൂർണ്ണമായത്. ആ ദൃശ്യങ്ങളിൽ ആണ് കാണുന്നത്. സജി ചെറിയാൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് വിവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തിന്റെ മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവവും പ്രതിജ്ഞ ചെയ്യും. സജി ചെറിയാൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതായ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. വി അരുൺ വീണ്ടും നമുക്കൊപ്പം ചേരുന്നു. അരുൺ, സജി ചെറിയാനെ വീണ്ടും രാജിവെക്കേണ്ടതായി വരും. ഭരണഘടനാ ദിനം ആചരിച്ചുകൊണ്ട് BJP വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രകാശ് ജാവ്ദേക്കർ അടക്കം ഉന്നയിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള താക്കീതും മുന്നറിയിപ്പും എല്ലാം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് കൂടി BJP കൂടുതൽ ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനം? സ്വാഭാവികമായും BJPയുടെ പ്രതിഷേധമുണ്ടാകും. പ്രതിപക്ഷവും കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കേണ്ട രംഗത്തും പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ സർക്കാർ അതൊന്നും വകവയ്ക്കുന്നില്ല. കോടതിയിൽ നിന്ന് ഇനി ഒരു തിരിച്ചടിയും സജി ചെറിയാൻ ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസമാണ് സർക്കാരിനുള്ളത്. ഗവർണറുമായി സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും അക്കാര്യമാണ്. നിയമപരമായി ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി വിഷയത്തിൽ ഉണ്ടാകുമെന്ന് തങ്ങൾ കരുതുന്നില്ല. അതിനുള്ള സാധ്യത വിരളമാണ്. അതുകൊണ്ടാണ് സജി ചെറിയാനെ മന്ത്രിസഭയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോയതെന്നാണ് മുഖ്യമന്ത്രി ഗവർണർ അറിയിച്ചത്. ആ വാക്ക് കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗവർണർ മുഖ്യമന്ത്രി സജി ചെറിയാനെ സത്യപ്രതിജ്ഞയ്ക്കുള്ള അനുമതി നൽകിയത്. ഏതായാലും സർക്കാർ ആ വിഷയത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സജി ചെറിയാനെ ഏതെങ്കിലും നിയമപരമായ വെല്ലുവിളികളും കോടതികളിൽ നിന്ന് ഉണ്ടാകില്ല, അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനത്തിന് ഭീഷണി ഉണ്ടാകില്ല എന്ന വിശ്വാസം തന്നെയാണ് സർക്കാരിനുള്ളത്. പക്ഷേ പ്രതിപക്ഷം കോടതിയെ സമീപിക്കുന്നു പറയുമ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഇനിയും തുടരും. അത് തന്നെയാകും സജി ചെറിയാൻ എന്നുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളികളൊന്നും. അരുൺ, ബൈജു നോയൽ നൽകിയ കേസ് തിരുവല്ല കോടതി നാളെ പരിഗണിക്കുന്നു. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം പരിഗണിക്കും. അത് മന്ത്രിക്കെതിരായിട്ടുള്ള ഒരു കേസായിട്ട് നേരത്തെയുള്ള കേസിന്റെ തുടർച്ചയെന്നോണം ഉള്ള കേസ് പരിഗണിക്കുന്നു. കേസിന്റെ നാൾ വഴികൾ ഏത് രീതിയിലാണ്? തുടർ വഴികളും നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ ഏത് രീതിയിലാണ്? വൈകാതെ ആ കേസിൽ കോടതിയിൽ നിന്ന് വിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് സജി ചെറിയാൻ അനുകൂലമായ വിധി എന്നാണ് സജി ചെറിയാനും, അല്ലെങ്കിൽ അതിനാണ് സാധ്യത എന്നാണ് സജി ചെറിയാനും CPM വിശ്വസിക്കുന്നത്. കാരണം പോലീസ് റിപ്പോർട്ട് ആ തരത്തിലുള്ളതാണ്. സജി ചെറിയാന്റെ ഭാഗത്ത് ഭരണഘടനയെ അവഹേളിക്കൽ ഉണ്ടായിട്ടില്ല, വിമർശനം മാത്രമാണ് ഉണ്ടായത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തെ കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് കേസ് ക്ലോസ് ചെയ്യണമെന്ന അപേക്ഷയുമായി അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത്. അത് ഏതായാലും കോടതി വിഷയം പരിഗണിക്കുമ്പോൾ കോടതി വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ നിന്ന് എതിരഭിപ്രായം ഉണ്ടായത് തീർച്ചയായും
സർക്കാരിനും സജി ചെറിയാനും ക്ഷീണം ചെയ്യും. പക്ഷെ അങ്ങനെ അത് ഉണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസമാണ് സർക്കാരിന് ഉള്ളത്. അതോടൊപ്പം തന്നെ ഗവർണറുടെ ഇടപെടലുകളും കൂടി മറികടന്നുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ, ഈ പ്രസ്താവനയുടെ പേരിൽ അയോഗ്യനാക്കണമെന്നുള്ള കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിനാൽ നിയമോപദേശം തേടിയ ഗവർണർ അത് വീണ്ടും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ അത് സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായുള്ള വാർത്തകൾ ഒരു വശത്ത് വരിക. ആ ഒരു കടമ്പ മറികടന്നുകൊണ്ടുകൂടി ഈ സത്യപ്രതിജ്ഞയിലേക്ക് കടന്നത്, അതിന്റെ ഒരു തിരിഞ്ഞുനോട്ടം കൂടി ഏത് രീതിയിലായിരിക്കും ഈ നിമിഷത്തിൽ നടത്താൻ കഴിയുക? മുഖ്യമന്ത്രി ഒരാളെ മന്ത്രിയാക്കണമെന്ന ശുപാർശ ഗവർണർക്ക് മുന്നിൽ വച്ചാൽ ഗവർണർക്ക് മുന്നിൽ മറ്റു വഴികളില്ല എന്നതാണ് വസ്തുത. ഗവർണർ സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ആ നിർദ്ദേശം അംഗീകരിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ വ്യത്യസ്ത സാഹചര്യമുണ്ടെന്ന് ഗവർണറും രാജ്ഭവനും വിലയിരുത്തി. കാരണം ഭരണഘടനയെ അവഹേളിച്ചതിന്റെ പേരിലാണ് സജി ചെറിയാൻ രാജിവെക്കേണ്ടി വന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെയാണ് അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത്. കോടതി ഇപ്പോഴും കേസെടുക്കുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് സജി ചെറിയാൻ മടങ്ങി വരുന്നത്, എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വ്യത്യാസമുണ്ടായത്, ഇതാണ് രാജ്ഭവൻ പ്രധാനമായും ചോദ്യം ഉയർത്തിയത്. അതുകൊണ്ടാണ് മാധ്യമങ്ങളിൽ കാണുമ്പോഴും ഈ ഗവർണർ പറഞ്ഞത് വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. മുഖ്യമന്ത്രിയോട് വിശദീകരണ അടക്കം ഗവർണർ തീരുമാനിച്ചിരുന്നു എന്ന സൂചനകളും പുറത്തു വന്നു. പക്ഷേ അത് ഉണ്ടായില്ല. അതിന് പകരമുണ്ടായത് ഗവർണർ ഉടനെ തീരുമാനം മാറ്റുകയും മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഈ വിഷയത്തിൽ എനിക്ക് ബൈൻഡിംഗ് ആണ്, ഞാൻ അതാണ് അനുസരിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുന്നു. ഇതിൽ തന്റെ ആശങ്കകൾ, തന്റെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ടെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയത്. പക്ഷേ ഏത് നിലപാട് ഗവർണർ പോയിരുന്നുവെങ്കിലും സർക്കാരത്തേക്ക് സമ്മർദ്ദത്തിലാക്കാം എന്നതിന്റെ അപ്പുറത്തേക്ക് സത്യപ്രതിജ്ഞ തടയാനുള്ള അധികാരം ഭരണഘടനാപരമായി ഗവർണർക്ക് ഇല്ല എന്ന് വ്യക്തമാണ്. അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് നിയമോപദേശത്തിലേക്ക് അടുത്താൽ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഗവർണർ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയത്. അരുൺ, അത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയപരമായ സജി ചെറിയാനെതിരെ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും മന്ത്രി എന്ന രീതിയിൽ പേരെടുത്ത ഒരാൾ കൂടി അദ്ദേഹം. പിണറായി മന്ത്രിസഭയിലെ പ്രമുഖരായി വളരെ എളുപ്പത്തിൽ മാറിയ ഒരാൾ, പിണറായി വിജയനുമായി അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു നേതാവ്, 182 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മന്ത്രിസഭയിലേക്ക് തിരികെ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ നിലപാട്, മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, അതെല്ലാം അതെത്രത്തോളം നിർണായകമായി മാറുകയും ചെയ്തിരിക്കുന്നു ഈ രണ്ടാം വരവിൽ? കേരള സംസ്ഥാനത്തിൽ രണ്ടാം തവണ പിണറായി മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ തന്നെ സജി ചെറിയാൻ മന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്നു. കാരണം അദ്ദേഹം CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. ആലപ്പുഴയിലെ ഒന്നാം നിര നേതാവായി മാറിയ, നമുക്കറിയാം ആലപ്പുഴ CPM-ന്റെ ഏറ്റവും ശക്തികേന്ദ്രങ്ങളിലൊന്ന്. അവിടുത്തെ നേതാക്കളുടെ ഒരു ചരിത്രമൊക്കെ അറിയാവുന്ന ഒരാൾ. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടുത്തെ ഒന്നാം നിര നേതാവായി സജി ചെറിയാൻ കഴിഞ്ഞ കാലയളവിൽ വളർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്ത നേതാക്കളിലായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സജി ചെറിയാൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. ആ പ്രതീക്ഷകൾ തെറ്റിയില്ല. സജി ചെറിയാനെ ആ പിണറായി മന്ത്രിസഭ ഉൾപ്പെടുത്തി. മാത്രമല്ല പ്രധാനപ്പെട്ട വകുപ്പുകൾ, സിനിമ, സാംസ്കാരികം ഉൾപ്പെടെയുള്ള ഫിഷറീസും യുവകാര്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ സജി ചെറിയാൻ നൽകുകയും ചെയ്തു. മന്ത്രിസഭയിലും മികച്ച മന്ത്രി എന്ന നിലയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് പോയത്. പക്ഷേ ഈ ഒരു പ്രസംഗത്തിന്റെ പേര് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. അദ്ദേഹം പുറത്തു പോകുമ്പോഴും സജി ചെറിയാൻ മടങ്ങി വരും. സജി ചെറിയാന്റെ ഭാഗത്ത് നിയമപരമായ വിരുദ്ധമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്ന നിയമോപദേശം ആദ്യഘട്ടം മുതൽ സർക്കാരിനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം, തിരിച്ചു കൊണ്ടുവന്നേ മതിയാകൂ നിലപാട് മുഖ്യമന്ത്രിയും CPM-ഉം സ്വീകരിച്ചു. അതുകൊണ്ടാണ് സജി ചെറിയാന് പകരം മന്ത്രിയെ തീരുമാനിക്കാതിരുന്നത്. സജി ചെറിയാൻ ഉപയോഗിച്ച് ഓഫീസ് പോലും മറ്റു മന്ത്രിക്ക് കൈമാറാതിരുന്നത്. സജി ചെറിയാന്റെ മടങ്ങിവരവ് എത്രയും വേഗം വേണമെന്ന ഒരു നിലപാട് മുഖ്യമന്ത്രി എടുത്തു. അദ്ദേഹത്തെ തന്റെ ക്യാബിനറ്റിൽ വളരെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം വേണമെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തു. അതുകൊണ്ടാണ് സജി ചെറിയാന്റെ മടങ്ങിവരവ് ഇത്ര വേഗത്തിൽ ആകുന്നത്. മാത്രവുമല്ല അദ്ദേഹത്തെ അതിനുശേഷം അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി. ഇപ്പോൾ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകേണ്ടി വരും. അതിൽ കുറഞ്ഞൊന്നും സജി ചെറിയാനെ മന്ത്രിസഭയിൽ ഉൾക്കൊള്ളിക്കാനാകില്ല. അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ ഭരിച്ചിരുന്ന വകുപ്പുകളിൽ പ്രധാനപ്പെട്ടത് തന്നെ അദ്ദേഹത്തിന് വീണ്ടും ലഭിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അരുൺ, പ്രതിപക്ഷമാണെങ്കിലും BJP നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രതിഷേധം അവസാനിപ്പിക്കുകയില്ല എന്നുള്ള സൂചനകൾ നൽകുകയും പ്രധാനപ്പെട്ട നേതാക്കൾ ആ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുമ്പോൾ ഇത് ഏത് രീതിയിലായാലും രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കും എന്ന് ഉറപ്പിച്ചിരിക്കുക കൂടിയാണോ ഇടതുപക്ഷം? ഈ കോടതിയിൽ കേസ് വന്ന ഒരു സാഹചര്യത്തിൽ ധാർമ്മികത ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് സജി ചെറിയാൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞത് എന്നുള്ള ഒരു പോയിന്റ് എടുത്ത് പറഞ്ഞുകൊണ്ട്, അത് സജി ചെറിയാനാണെങ്കിൽ തന്നെയും മറ്റ് നേതാക്കളാണെങ്കിൽ തന്നെയും ഈ ആരോപണങ്ങളെ, പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കാമെന്നാണോ പാർട്ടി കരുതുന്നത്? റൈറ്റ്, VV അരുൺ വിവരങ്ങൾ നൽകിയത്. ഏതായാലും
സജി ചെറിയാൻ വീണ്ടും മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിയായ അദ്ദേഹം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്പീക്കറും അടക്കമുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ അവസാനിക്കുന്നില്ല. ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണുക. സർക്കാർ ഗവർണർ പോരിൽ നിർണായക വഴിത്തിരിവ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ ബജറ്റ് സമ്മേളനം ചേരാൻ സർക്കാർ തീരുമാനിച്ചു. ഇരുഭാഗവും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലിലെ മഞ്ഞുരുക്കൽ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. നാളെ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് സഭാ സമ്മേളനത്തിനുള്ള തീയതി നിശ്ചയിക്കും. സർവകലാശാല വിഷയത്തിൽ തുടങ്ങിയ ഭിന്നത മുഖ്യമന്ത്രിയും ഗവർണറും നേരിട്ട് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നവരെ നീണ്ടു. ഇടതുമുന്നണിയുടെ രാജ്ഭവൻ മാർച്ച് ഗവർണർക്ക് പ്രതിരോധം തീർത്ത BJP, ഇരുപക്ഷത്തെയും കുറ്റപ്പെടുത്തി പ്രതിപക്ഷം. അത്തരത്തിൽ അത്യന്തം സംഘർഷം നിറഞ്ഞ സർക്കാർ ഗവർണർ ബന്ധം അതാണ് സമവായ വഴിയിലേക്ക് ഇപ്പോൾ നീങ്ങുന്നത്. സർക്കാരിനെ അധികം സമ്മർദ്ദത്തിലാക്കാതെ സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകിയ ഗവർണറാണ് വിട്ടുവീഴ്ചയുടെ സൂചനകൾ ആദ്യം നൽകിയത്. അത് അംഗീകരിച്ച് സർക്കാരും അതേ മാർഗത്തിലെത്തി. സർക്കാരിനെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്ന ഗവർണറെ കൊണ്ട് സർക്കാരിന്റെ നയം ഉടൻ പ്രഖ്യാപിക്കേണ്ട എന്നതായിരുന്നു മുൻ നിലപാട്. അതുകൊണ്ടാണ് കഴിഞ്ഞ മാസം അവസാനം ചേർന്ന നിയമസഭാ സമ്മേളനം ഈ മാസവും തുടരാൻ ആലോചിച്ചത്. എന്നാൽ നിയമസഭയുടെ 7ാം സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞതായി ഗവർണറെ അറിയിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. അതോടെ പുതിയ കലണ്ടർ വർഷത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം തുടങ്ങേണ്ടി വരും. നിയമസഭയുടെ ബജറ്റ് സമ്മേളനമാണ് ഇനി ചേരേണ്ടത്. ജനുവരി അവസാന ആഴ്ച നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ചേരും. നാളത്തെ മന്ത്രിസഭാ യോഗം ഇതിന്റെ സമയക്രമം നിശ്ചയിക്കും. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുമായി ആലോചിച്ചാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത്. സർവകലാശാല ഭേദഗതി അടക്കമുള്ള പ്രധാനപ്പെട്ട ബില്ലുകളിൽ ഒപ്പുവയ്ക്കാത്ത ഗവർണർക്കെതിരെ തുടർന്ന് എന്ത് സമീപനം സ്വീകരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കുന്നതിനോട് വ്യക്തിപരമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് യോജിപ്പില്ലായിരുന്നു. എങ്കിലും ഭരണഘടനാപരമായ ഉത്തരവാദിത്തം എന്ന നിലയിൽ അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകുകയാണ് ഉണ്ടായത്. സർക്കാരും അതുതന്നെയാണ് ചെയ്യുന്നത്. നയപ്രഖ്യാപന പ്രസംഗമെന്ന ഭരണഘടനാ ഉത്തരവാദിത്തം നിർവഹിക്കാൻ ഗവർണറെ സർക്കാരും അനുവദിക്കും. എത്രനാൾ ഈ മഞ്ഞുനകലും സമവായ പാതയും ഇരുപക്ഷവും തുടരുമെന്നതാണ് അറിയേണ്ടത്. VV അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ഗവർണർക്കും മുഖ്യമന്ത്രിക്കും ഇടയിലുള്ള ഇടനിലക്കാർ BJP നേതാക്കളെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷം നേരത്തെ മുതൽ ഉന്നയിച്ചിരുന്ന ആക്ഷേപങ്ങൾ ശരിയാണെന്ന് തെളിയുകയാണ്. കേരളത്തിന്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കാൻ സർക്കാർ അടിയന്തരമായി തയ്യാറാകണം. ബഫർ സോൺ വിഷയത്തിൽ 26,000 പരാതികൾ ലഭിച്ചിട്ടും 18 പരാതികൾ മാത്രമാണ് പരിശോധിച്ചത്. വനാതിർത്തിയിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ പരിഭ്രാന്തിയിലാണെന്നും VD സതീശൻ പറഞ്ഞു. കവിയും ഗാനരചയിതാവുമായ BR പ്രസാദ് അന്തരിച്ചു. 61 വയസ്സായിരുന്നു. രോഗബാധയെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണം. സജീവ് C. വാര്യർ നമുക്കൊപ്പം ചേരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ട് എത്തിയ ഒരു നിര്യാണം കൂടിയായിരുന്നു. ഏത് രീതിയിലാണ് അദ്ദേഹം ഇനി മലയാള സിനിമ രംഗമടക്കം ഓർമ്മിക്കുക? എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം? അപർണ, 2 മാസം മുമ്പാണ് അദ്ദേഹത്തിന് മസ്തിഷ്കാഘാതം വന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത്. അതിനുശേഷം ഓപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയുണ്ടായി. ചികിത്സ വളരെ തീവ്രപരിചരണ വിഭാഗത്തിലെല്ലാം പ്രവേശിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ഒരു ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ ഉണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. ഉച്ചയ്ക്ക് ശേഷമാണ് 3 മണിയോട് കൂടിയാണ് അന്ത്യം സംഭവിച്ചത്. ആലപ്പുഴയിൽ മങ്കമ്പ് സ്വദേശിയാണ് അദ്ദേഹം. ടെലിവിഷൻ അവതാരകൻ എന്ന പേരിൽ എന്ന നിലയിലാണ് മലയാളികൾ അദ്ദേഹത്തെ അറിഞ്ഞു തുടങ്ങിയത്. അത്തരത്തിൽ പിന്നീട് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചു. 1993 തിരക്കഥാ രചനയിലൂടെയായിരുന്നു സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനം. പിന്നീട് സംവിധായകൻ പ്രിയദർശന്റെ കിളിച്ചുണ്ടൻ മമ്പഴം എന്ന പ്രശസ്തമായ സിനിമയിൽ ഗാനങ്ങൾ എഴുതി. ആ പാട്ടുകളാണ് ആദ്യം അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എന്ന രീതിയിൽ കേരളം അറിഞ്ഞത്. അന്ന് ആ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റായിരുന്നു. തുടർന്ന് സീതാ കല്യാണം, ജലോത്സവം, വെട്ടം, തട്ടുംപുറത്തച്യുതൻ തുടങ്ങിയുള്ള ചിത്രങ്ങളിലും ഗാനങ്ങൾ എഴുതി. ജലോത്സവത്തിലെ കേരനിരകളാടും എന്ന ഗാനം വളരെ പ്രശസ്തമാണ്. അതുപോലെ അദ്ദേഹം എഴുതിയ ഒട്ടുമിക്കവാറും ഗാനങ്ങളെല്ലാം തന്നെ മലയാളികളുടെ നാവിൽ തത്തിക്കളിക്കുന്ന ഗാനങ്ങളാണ്. കസവിന്റെ തട്ടമിട്ട്, ഒന്നാംകിളി പൊന്നാൻകിളി, അതുപോലെ ഒന്നാനാം കുന്നിന്മേൽ, വെട്ടത്തിലെ ഒരു കാതിലോലയാൻ, ഗാനരചയിതാവ് BR പ്രസാദിനെ അനുസ്മരിക്കുക.
കൂടുകയും ചെയ്യുന്നു മലയാള സിനിമാ ലോകം ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക Malayalam.news18.com.